കടിക്കൂന്നേ, ആന കുത്തും, കടുവ കടിക്കും, കുറഞ്ഞ കടിച്ച അതാ ഇതൊന്നും ഈ ലോകത്ത് ഇല്ലാത്ത സാധനങ്ങൾ കടിക്കുന്നുള്ളൂ. രാത്രി ഭക്ഷണം ഡൈനിങ് ഹാളും മുറ്റും ഡൈനിങ് ഹാളും കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ കിടന്നിറങ്ങുന്ന കുട്ടിയാണ് പട്ടി കടിച്ചത്. പട്ടി കടിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ആന കുത്തി മരിക്കുന്ന ആക്സിഡന്റ്, ആന കുത്തി മരിക്കുന്ന റോഡിൽ കൂടെ ആന നടക്കുന്നു. വല്ലപ്പോഴും ഒരു ആന കുത്തി മരിക്കുന്നു. അവര് ജനവാസ സ്ഥലത്ത് പോയി താമസിക്കുന്ന ഇതൊരു മകൾ നഷ്ടപ്പെട്ട ഒറ്റ മിനിറ്റ് ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ സംസാരം ശബ്ദം പുറത്തു വെക്കണം. അതിന്റെ മുകളിൽ ഏഞ്ചൽ മിണ്ടണ്ട. ഹബീർ ഒന്ന് പറഞ്ഞോട്ടെ, അതിന് വലുതല്ല പട്ടി സ്നേഹം. ഹബീർ പറയട്ടെ. ആന കുത്തി മരിക്കുന്നെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. നടു റോഡിൽ കൂടെ അല്ല ആന നടക്കുന്നത്. ഒരു നമ്മുടെ വീട്ടിലല്ല ആന വന്ന് കുത്തുന്നത്. അത് വാസിക്കുന്ന സ്ഥലത്ത് ജനങ്ങൾ പോയി നിൽക്കുന്നു, അവരെ കുത്തുന്നു. സംഭവം ശരി തന്നെ. ആക്സിഡന്റ് നടക്കുന്നു, അത് സ്വാഭാവികം, ശരി തന്നെ. ആക്സിഡന്റ് പറ്റുന്നു. അതുപോലാണോ പട്ടി കടിച്ച് മരിക്കുന്നത്? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ തന്നെ മുന്നേ ഉണ്ടാവാതിരിക്കട്ടെ. ആർക്കും ഉണ്ടാവില്ല. രണ്ടാഴ്ച പട്ടി കടിച്ച് 2 ആഴ്ച ഞാൻ കുഞ്ഞിനെ കണ്ടോളൂ. അറിയാമോ, എന്റെ കുഞ്ഞ് SIT ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതിന് ചുറ്റും തെരുവ് നായ്ക്കളായിരുന്നു. ആ ഹോസ്പിറ്റലിന് ചുറ്റും. അറിയാമോ, എന്റെ കുഞ്ഞ് ഐസൊലേഷൻ വാർഡിൽ കിടക്കുമ്പോൾ തന്നെ പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്റെ കുഞ്ഞ് അവിടെ കിടക്കുമ്പോ പിച്ചും പേയും പറയുമ്പോ ഞാൻ ചിന്തിച്ചു, ആ പോട്ടെ, ബോധമില്ലാതെ സംസാരിക്കുന്നെങ്കിൽ ജീവനുണ്ടല്ലോ എന്ന്. എന്റെ കുഞ്ഞ് ലാസ്റ്റ് എന്നെ പോലും മറന്നാണ് അവൾ മരണത്തിന് കീഴടങ്ങിയത്. 1% ചാൻസിൽ വിശ്വസിച്ചാ ഞാൻ ജീവിച്ചത്. ആർക്ക് തിരിച്ചു തരാൻ പറ്റും? സുപ്രീം കോടതി വിധി പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ എന്തായാലും ചെയ്യുമായിരിക്കും. പക്ഷെ എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഈ വേദന ഏഞ്ചൽസ് കാണട്ടെ. ഞാൻ എവിടെയെങ്കിലും പേവിഷ വൈറസ് എന്തുകൊണ്ടുണ്ടായി? നടു റോഡിൽ കൂടെ ഈ പട്ടി പോയതുകൊണ്ടല്ലേ പേവിഷ ബാധ ഉണ്ടായത്? ചുമ്മാ പട്ടിയുടെ വായി ചെന്ന് കൈയിട്ട് കൊടുത്തതാണോ? എന്റെ കുഞ്ഞു മരിച്ച ഒരാഴ്ചയായില്ല. ഒരു ലോഡ് പട്ടികളെ അത് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്താ ചെയ്തത്? ആ ലോഡിനകത്ത് പട്ടികളുടെ കൂടെ സ്ത്രീകളെ കയറ്റിയാ വിട്ടത്. പെണ്ണുങ്ങൾ കയറി ഇരുന്ന് ആരും കയറി പിടിക്കത്തില്ലല്ലോ, അത് ഇറക്കി വിട്ട്. നിങ്ങളൊന്നും ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? നിങ്ങൾ കാണണം ആ അവസ്ഥ. നിങ്ങൾ കാണണം. പേവിഷ ബാധ വന്ന് മരിക്കുന്ന അവസ്ഥ നിങ്ങൾ കാണണം. അപ്പോഴേ നിങ്ങൾക്കൊക്കെ കണ്ണു നിറയത്തുള്ളൂ. മറ്റൊരുത്തന്റെ ജീവിതത്തിൽ വരുന്ന വിഷമം കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് കണ്ണു നിറയത്തില്ല. ആകെ ഉള്ളൊരു വാക്സിൻ ഇമ്മ്യൂണോഗ്ലോബിൻ മാത്രമേ ഉള്ളൂ. അത് കറക്റ്റ് ശരീരത്തിൽ അത് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യ തീർന്നു. 1 മാസം തികച്ചില്ല എന്റെ കുഞ്ഞ്. അറിയാമോ, ആഗ്രഹത്തിന് ഒരു മുട്ടായി പോലും. 3 ദിവസം എന്റെ കുഞ്ഞ് ഉറങ്ങാതാ മരിച്ചത്. 3 ദിവസം. അവസാനം ഹാഷ്മി കേൾക്കണം, എന്റെ കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ മുടി തടവാൻ പോലും പറ്റില്ല. ആ തലയിലെ മുടി പോലും പറഞ്ഞു വരുമായിരുന്നു. അറിയാമോ, അത്രയ്ക്ക് സഹിക്കത്തില്ല എനിക്ക്. എന്റെ കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടന്ന് ശ്വാസം എടുക്കാൻ മുട്ടുമ്പം പഠിച്ചവനെ വിളിക്കും. ഒരു തുള്ളി ശ്വാസം ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി, ഞാൻ ജീവിതകാലം മൊത്തം നോക്കിക്കോളാന്ന് വിചാരിച്ചിട്ട്. പല കുഞ്ഞുങ്ങളെ പട്ടി ഓടിക്കുന്നതും കടിക്കുന്നതും കാണുമ്പോൾ ഞാൻ ആ സെക്കൻഡ് ആരെങ്കിലും വിളിച്ചു ചോദിക്കും, ആ കുഞ്ഞിന് എങ്ങനെയുണ്ട്, എന്തെങ്കിലും പറ്റിയെന്ന്. അത് ജോസ്മാവിൽ സാർ ഇരിക്കുന്നു, ഒരു കുഞ്ഞിനെ പെരക്കകത്ത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കയറി കടിച്ചു. എല്ലാരും വാതാരാതെ പറയുന്നല്ല, പുറത്തു പോയ പട്ടി എടുക്കുന്നത്. ആ കുഞ്ഞ് ഉറങ്ങി സങ്കടമാണ്. ഞാൻ പറയുന്നത് മൊത്തം ഇപ്പറത്തെ സങ്കടമാണ്. എങ്കിൽ കൂടിയും വേറൊരാൾക്ക് ആ അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. വേദനയാണ്, മാരകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.